ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചൊരു ചോദ്യമാണ് ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്നും ഫേസ് ഷെയ്ഡ് ചെയ്യുന്നൊരു ട്യൂട്ടോറിയൽ. ഫേസ് ഷെയ്ഡ് ചെയ്യുന്നതിനോടൊപ്പം ബ്ലെൻഡിങ്ങും ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാൻഡിൻ്റെ ബ്ലെൻഡിങ് ചെയ്യുന്ന ഒരു ചെറിയ ട്യൂട്ടോറിയൽ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിങ്ങനെ ഫേസിൻ്റെയും കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് ചെയ്യാൻ വരച്ചിട്ടുണ്ട്. ഫേസെല്ലാം ഈ ഹെയറും അതുപോലെ ഐയിൽ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ വെറുതെ സമയം പൊക്കണ്ടെന്ന് കരുതിയിട്ടാണ് അതൊക്കെ ഇട്ടുന്നത്. ഓക്കെ, ഏകദേശം ഒരുപാട് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് ഹെയർ വരക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെയറിൽ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ട് സൈസിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ ചെന്ന് കാണുക, ലിങ്ക് താഴെ കൊടുക്കും. അതുപോലെ ഹെയർ ഡ്രോ ചെയ്യുന്നതൊക്കെ ഔട്ട്ലൈൻ എങ്ങനെ ഇടുന്നതൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചെന്ന് കാണുക, ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, പിന്നെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇൻഫിനിറ്റി ഡിസൈനിൽ ഇവിടെ മേലെ തന്നെ പ്ലസ് എന്ന ഐക്കണാണ്, അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്താൽ നമുക്കിവിടെ പുതിയ ലെയർ വന്നിട്ടുണ്ട്. ആ ലെയർ വന്നാൽ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴോട്ടേക്ക് കൊണ്ടുവരാം. ഞാൻ ELB യൂസ് ചെയ്തിട്ടാണ് ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ലെയർ താഴോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ആദ്യം ബേസ് കളർ കൊടുത്തിട്ട് ബാക്കി ഷെയ്ഡിങ് കൊടുത്താലും, അല്ലെങ്കിൽ ഡാർക്ക് ടു ലൈറ്റ് വരെ ഷെയ്ഡിങ് കൊടുക്കണം. ഞാൻ നോർമലി ചെയ്യൽ ഡാർക്ക് ടു ലൈറ്റ് വരെ ഷെയ്ഡിങ് കൊടുത്തിട്ടാണ് ഡ്രോയിങ് ചെയ്യാറ്. അതിനായിട്ട് പുതിയ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കളർ പിക്ക് ചെയ്യണം. ഞാനിവിടെ കളർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ തുടക്കം തന്നെ ഡാർക്ക് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡാർക്ക് ടു ലൈറ്റ് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ലൈറ്റ് വരുന്ന ഭാഗമാണ്, ഇവിടെ ഇപ്പോൾ നല്ലൊരു ഡാർക്ക് ഏരിയയാണ്. ഈ നോസിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഡാർക്ക് ഏരിയയാണ്. അതുപോലെ ലിപ്സിൻ്റെ താഴ്ഭാഗം ഡാർക്ക് ഏരിയയാണ്. അതുപോലെ ഐയിലെ മേൽഭാഗത്തൊക്കെ ഡാർക്ക് ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ ഡാർക്കായിട്ട് തന്നെ കളർ കൊടുക്കുക. ഓക്കെ, ഇനി ഡാർക്ക് ഏരിയ മനസ്സിലാക്കി അതിൽ കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഒപ്പാസിറ്റി കുറച്ച് വെക്കുകയാണ്. എന്നിട്ട് നേരെ ടൂൾസിലേക്ക് വന്നിട്ട് ടൂൾസിൽ ലാസി ടൂളുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷിലേക്ക് വന്നതിന് ലാസോ ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ടാപ്പ് റൈഡിന് ബ്രഷ് യൂസ് ചെയ്യാം. ടാപ്പ് റൈഡ് ബ്രഷ് കിട്ടാത്തവർക്കാണെങ്കിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നത്, അതിൽ ജോയിൻ ചെയ്തിട്ട് വേർഷൻ മാറ്റി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ ടാപ്പ് റൈഡ് ബ്രഷിന് ചില വേർഷൻസിൽ മാറ്റം വരും. അത് ചില ഫോണിൻ്റെ റോമൊക്കെ വെച്ചിട്ടാണ് ടാപ്പ് റൈഡിന് ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഞാൻ കളർ സെലക്ട് ചെയ്തു. ഇനി നേരെ ഷെയ്ഡ് അപ്ലൈ ചെയ്യുക. അപ്പം തുടക്കം തന്നെ ചെയ്യുന്നത് നോർമൽ മെത്തേഡിലാണ്. കളർ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ബ്ലെൻഡിങ് മെത്തേഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് ഏരിയ മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ പിക്സാർട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പിക്സാർട്ടിൽ നേരെ പോവുക. എന്നിട്ട് ഏത് ഫോട്ടോ ആണ് വരയ്ക്കുന്നത് ആ ഒരു ഫോട്ടോയെ പോസ്റ്റർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിക്സാർട്ടിൽ ഫിൽറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൽ ക്ലാരിറ്റിയും അതുപോലെ കളറും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്ലാരിറ്റിയും കളറൊക്കെ 100 ആക്കിയിട്ടാൽ നമുക്ക് ഷെയ്ഡിങ് വരുന്ന ലെവൽ മനസ്സിലാവും. അതെങ്ങോട്ടാണ് പോകുന്നത് വരുന്നത് എന്നുള്ള സംഗതി മനസ്സിലാവും. അപ്പോൾ പിക്സാർട്ടിൻ്റെ ആ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൻ്റെ സൈഡിൽ ഞാനിപ്പം വരക്കുന്നതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഡാർക്ക് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ ഒരു ഡാർക്ക് കളറിൽ ഇപ്പം നമ്മൾ ഈ കളർ ചേഞ്ച് ആകുന്നില്ല. ഈ കളറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കുക. എന്ന് പറഞ്ഞാൽ 100 എടുക്കരുത്, 100ൽ കുറച്ച് കൊണ്ടുവരിക. ഒരു 50 താഴെയൊക്കെ എടുക്കുക. ഓക്കെ,
ഞാനിപ്പോൾ ഒരു 43 ഒപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു കളറ് തന്നെ ഇതിലേക്ക്, ഇനി റെഫറൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ഒരു കളറ് ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കൂടെ 1-2 ലെയർ കോട്ടിങ് കൊടുക്കുക. അത് ഓവറായി കൊടുക്കരുത്, 1-2 ലെയർ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു 2 ലെയർ വെച്ചിട്ടാണ് ഒപ്പാസിറ്റി 45 എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ 2 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. 2 ലെയർ ഒപ്പാസിറ്റി കുറച്ചിട്ട് 2 ലെയർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലെയർ സെലക്ട് ചെയ്യാൻ പുതുതായിട്ട് അത് ഇപ്പോൾ ചെയ്ത ഷെയ്ഡിങ്ങിൻ്റെ താഴേക്ക് കൊടുക്കുക. രണ്ടാമത്തെ ഷെയ്ഡിങ്ങാണ് നൽകുന്നത്. ഇനി രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഡാർക്ക് അതിൻ്റെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്തു. നേരത്തെ കുറച്ച് വെച്ച്
ചെയ്തിട്ട് അതിന് ഓരോന്നോരോന്നായി 2 ലെയർ വെച്ച് കോട്ടിങ് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ മുന്നേ ഒരു ട്യൂട്ടോറിയലിട്ടിരുന്നു സ്കെച്ച് ബുക്കിൽ കൊണ്ടുപോയിട്ട് സ്മഡ്ജ് ചെയ്യുന്നത്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനെയൊക്കെ കുറച്ചും കൂടി സ്മഡ്ജ് കൊടുത്താൽ കുറച്ചും നല്ല പെർഫെക്ഷൻ ആയിട്ട് വരും. എന്നിട്ട് സ്കെച്ച് ബുക്കൊന്ന് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, എങ്ങനെ ഫേസിലെ ഷെയ്ഡിങ് ചെയ്യാവുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.